ചാക്കോ വിൻസി അലോഷ്യസ് ഇവരിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ വന്ന ഒരു പടമാണ് സൂത്രവാക്യം. ഒരു ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സൂത്രവാക്യം എന്ന സിനിമ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. പുള്ളി അവിടുത്തെ ഇൻസ്പെക്ടറാണ്. അപ്പോൾ പുള്ളി അതിൻ്റെ മുകളിൽ തന്നെ പിള്ളേർക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി പിന്നീട് കുറച്ച് അതിനെയൊക്കെ കാണിച്ച് ആ ഒരു സന്ദർഭമൊക്കെ കാണിച്ചു കൊണ്ടുപോകുന്നു. നമുക്ക് മനസ്സിലാണല്ലോ അതെന്താ സിനിമ എങ്ങനെ പോകുന്നത് അറിയുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കുന്നുണ്ട് മെയിൻ പ്ലോട്ടിലോട്ട് കിടക്കാൻ. അങ്ങനെ ഒരു ക്രൈം നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ കുറച്ചൊരു കഥാപാത്രങ്ങളുണ്ട്. അവർക്കിടയിൽ ഒരു ക്രൈം നടക്കുന്നു. പിന്നീട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ് ഈ സിനിമ പറയുന്നത്. ത്രെഡ് വൈസ് ഒക്കെ ആയിരുന്നു, പക്ഷേ മേക്കിംഗ് ഭയങ്കര എനിക്ക് അത്ര സുഖമായി തോന്നിയില്ല. ഭയങ്കര ഫ്ലാറ്റാണ് പടം. പിന്നെ ഷൈൻ ടോം ചോക്ക് ഒഴികെ ബാക്കിയുള്ളവരൊക്കെ പുതിയ ആളുകളാണ്. വിൻസിക്ക് വലിയ റോളില്ല. ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ഒന്നും വലിയ സുഖമായി തോന്നിയില്ല. അത് സിനിമ നന്നായി ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് എങ്കിലും അല്ലെങ്കിൽ ഒരു വാച്ചബിൾ മൂവി എങ്കിലും ആയേനെ എന്ന് തോന്നിപ്പോയി. ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇടയ്ക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ടോട്ടലി എനിക്ക് തോന്നിയതൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് അതിൻ്റെ ഇടയിൽ പോകുന്നൊരു പടമാണ് സൂത്രവാക്യം. അപ്പോൾ OTT റിലീസ് ആയിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും.